ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ഫയൽ ഇൻപുട്ട് ഫങ്ഷൻസ് ഇൻ സി, അതിൽ തന്നെ യൂസേജ് ഓഫ് എഫ് ഗെറ്റ്സ്, എഫ് എസ്, എഫ് സ്കാൻ എഫ് ആൻഡ് എഫ് പ്രിൻ്റ് എഫ് എന്നതിനെ കുറിച്ചാണ് ഞാനിവിടെ പറയാൻ വന്നിരിക്കുന്നത്. ഫയൽ ഇൻപുട്ട് ഫങ്ഷൻസ് സി യൂസ് ചെയ്യുന്നത് ഫയൽ ഡാറ്റ റീഡ് ചെയ്യാനോ അല്ലെങ്കിൽ റൈറ്റ് ചെയ്യാനോ വേണ്ടിയാണ്. അതിലെ തന്നെ 4 മെയിൻ ഫങ്ഷൻസ് ആണ് എഫ് ഗെറ്റ്സ്, എഫ് പുട്സ്, എഫ് സ്കാൻ എഫ് ആൻഡ് എഫ് പ്രിൻ്റ് എഫ്. ഇത് പറയാൻ പോകുന്നത് എഫ് ഗെറ്റ്സിൻ്റെ മെയിൻ പർപ്പസ് എന്തെന്ന് വെച്ചാൽ റീഡ് എ ലൈൻ ഓഫ് ടെക്സ്റ്റ് ഫ്രം എ ഫയൽ. അടുത്ത് നമുക്ക് ഇതിൻ്റെ എക്സാമ്പിൾ നോക്കാം. ഫയൽ സ്റ്റാർ ഫയൽ എന്നത് ആ ടൈപ്പ് ഓഫ് ഫയലിനെ ഡിക്ലെയർ ചെയ്യുന്നതാണ്. ഫയൽ ഡോട്ട് ടെക്സ്റ്റിനെ നമ്മൾ എഫ് ഓപ്പൺ വെച്ച് ഓപ്പൺ ചെയ്യുകയാണ്. ആർ യൂസ് ചെയ്യുന്നത് റീഡ് മോഡ് കാണിക്കാനാണ്. ക്യാരക്ടർ ബഫർ 100 എന്നത് എഫ് ഗെറ്റ്സ് എന്നതിന് ലിമിറ്റ് കൊടുക്കുകയാണ്. ഇതിന് 100 ക്യാരക്ടേഴ്സ് റീഡ് ചെയ്യാൻ പറ്റും. എഫ് ഗെറ്റ്സിൻ്റെ ഡിസ്അഡ്വാൻറ്റേജ് ആണ് അത് ലിമിറ്റ് ഇല്ലാതെ റീഡ് ചെയ്യാൻ പറ്റുമെന്നത്. അതുകൊണ്ട് ബഫർ ഓവർഫ്ലോ വരാതിരിക്കാൻ വേണ്ടിയാണ് ക്യാരക്ടർ ബഫർ 100 എന്ന് എഫ് ഗെറ്റ്സിൽ കൊടുക്കുന്നത്. അടുത്തത് എഫ് ഗെറ്റ്സ് ബഫർ 100 ഫയൽ എന്ന് വെച്ചാൽ എഫ് ഗെറ്റ്സ് 100 ക്യാരക്ടർ ഫയലിനെ റീഡ് ചെയ്തു എന്നാണ്. അടുത്തത് പ്രിൻ്റ് എഫ് ഫങ്ഷൻ യൂസ് ചെയ്ത് റീഡ് ചെയ്താൽ യൂസ് ചെയ്യുന്നത് റീഡ് ചെയ്ത ഡാറ്റ ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയാണ്. എഫ് ക്ലോസ് ഫയൽ എന്ന ടാഗ് യൂസ് ചെയ്ത് നമുക്ക് ആ ഫയൽ ക്ലോസ് ചെയ്യാം. അടുത്തത് എഫ് പുട്സ് ആണ്. എഫ് പുട്സ് ഫംഗ്ഷൻ്റെ മെയിൻ പർപ്പസ് എന്തെന്ന് വെച്ചാൽ ഒരു ഫയലിലേക്ക് സ്ട്രിംഗ് ആഡ് ചെയ്യുക എന്നതാണ്. അടുത്തത് നമുക്ക് ഇതിൻ്റെ എക്സാമ്പിൾ നോക്കാം. ഫയൽ സ്റ്റാർ ഫയൽ യൂസ് ചെയ്ത് ആ ഫയൽ നമുക്ക് ഡിക്ലെയർ ചെയ്തു. എഫ് ഓപ്പൺ ഔട്ട്പുട്ട് ഡോട്ട് txt വെച്ച് ഫയൽ ഓപ്പൺ ചെയ്തു. ഇവിടെ w യൂസ് ചെയ്യാൻ കാരണം നമ്മളിവിടെ റൈറ്റ് ചെയ്യുകയാണ്. ഇതിനു മുന്നേ എഫ് ഗെറ്റ്സിൽ ആർ യൂസ് ചെയ്തിരുന്നു, അത് റീഡ് ചെയ്യാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ ഇവിടെ w റൈറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നു. ഹലോ വേൾഡ് എന്ന ടെക്സ്റ്റ് ആ ഫയലിലേക്ക് ഇൻസേർട്ട് ചെയ്യുകയാണ്. അതിനാണ് ഹലോ വേൾഡ് ഫയൽ എന്ന് ടൈപ്പ് ചെയ്ത് ചെയ്യുന്നത്. അതായത് ഔട്ട്പുട്ട് ഡോട്ട് ടെക്സ്റ്റ് ആണ് ഫയൽ എന്ന് ഡിക്ലെയർ ചെയ്തത്. അതുകൊണ്ട് ഹലോ വേൾഡ് എന്ന ടെക്സ്റ്റ് ആ ഫയലിലേക്ക് ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം എഫ് ക്ലോസ് വെച്ച് ആ ഫയൽ നമുക്ക് ക്ലോസ് ചെയ്യാവുന്നതാണ്. അടുത്തത് എഫ് സ്കാൻ എഫ് ആണ്. എഫ് സ്കാൻ എഫ് യൂസ് ചെയ്യുന്നത് ഫോർമാറ്റ് ചെയ്ത ഡാറ്റ റീഡ് ചെയ്യാൻ വേണ്ടിയാണ്. ഏതാണ്ട് സ്കാൻ എഫ് പോലെ തന്നെയാണ് ഈ ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത്. ഡാറ്റ ഡോട്ട് ടെക്സ്റ്റ് എന്ന ഫയൽ എന്ന പേരിൽ ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ആർ ആണ് യൂസ് ചെയ്തത്, കാരണം നമുക്ക് ഇവിടെ ഫയൽ റീഡ് ചെയ്യണം. എഫ് ഓപ്പൺ വെച്ച് നമ്മൾ ഡാറ്റ ഡോട്ട് ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്. എഫ് ഓപ്പൺ വെച്ച് നമ്മൾ ഡാറ്റ ഡോട്ട് ടെക്സ്റ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അടുത്തത് ഇൻറ്റ് നം. എന്നാൽ നം എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ഇൻറ്റിജറിൻ്റെ സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്യുന്നു എന്നാണ്. എഫ് സ്കാൻ എഫ് വെച്ച് ആ ഫയലിലെ ഡാറ്റ റീഡ് ചെയ്യുന്നു എന്നാണ്. %d യൂസ് ചെയ്ത് എഫ് സ്കാൻ പറയാണ് ഒരു ഇൻറ്റിജറിനെ റീഡ് ചെയ്യാൻ. ആൻഡ് നം എന്ന് പറയുന്നത് എഫ് സ്കാൻ റീഡ് ചെയ്യുന്ന ഇൻറ്റിജർ എവിടെയാണ് സ്റ്റോർ ചെയ്യേണ്ടതെന്ന് ലൊക്കേഷൻ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം പ്രിൻ്റ് എഫ് യൂസ് ചെയ്തിട്ട് ഔട്ട്പുട്ട് പ്രിൻ്റ് ചെയ്യുകയാണ്. അതിനുശേഷം എഫ് ക്ലോസ് ഉപയോഗിച്ച് നമുക്ക് ആ ഫയൽ ക്ലോസ് ചെയ്യാം. അടുത്തത് എഫ് പ്രിൻ്റ് എഫ് ആണ്. എഫ് പ്രിൻ്റ് എഫിൻ്റെ മെയിൻ
ഫംഗ്ഷൻ എന്തെന്ന് വെച്ചാൽ വേറെ ഫയലിലേക്ക് ഫോർമാറ്റ് ചെയ്ത ഡാറ്റ റൈറ്റ് ചെയ്ത് വെക്കുക എന്നതാണ്. ഇതിൽ നമുക്ക് എക്സാമ്പിൾ നോക്കിയാൽ എഫ് സ്റ്റാർ ഫയൽ യൂസ് ചെയ്ത് ഔട്ട്പുട്ട് ഡോട്ട് txt ഡിക്ലെയർ ചെയ്തു. അതിനുശേഷം എഫ് ഓപ്പൺ വെച്ച് ഔട്ട്പുട്ട് ടെക്സ്റ്റ് ഓപ്പൺ ചെയ്ത് വെച്ചു. ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത് റൈറ്റിംഗ് ആണ്. അതുകൊണ്ടാണ് w എന്ന കീവേഡ് യൂസ് ചെയ്തത്. അടുത്ത ലൈനിൽ എഫ് പ്രിൻ്റ് എഫ് യൂസ് ചെയ്ത് ആ ഒരു ഡാറ്റ വേറൊരു ഫയലിലേക്ക് സ്റ്റോർ ചെയ്യണം. ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഫയൽ എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മീനിങ് എന്തെന്ന് വെച്ചാൽ ഫയലിലേക്കാണ് ഡാറ്റ സ്റ്റോർ ചെയ്യേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ ആ ഫയൽ എന്നത് ഔട്ട്പുട്ട് ഡോട്ട് ടെക്സ്റ്റ് ആണ്. അതിനുശേഷം ഏജ് %d യൂസ് ചെയ്തിട്ടുണ്ട്. %d യൂസ് ചെയ്തത് എന്തിനാണെന്ന് വെച്ചാൽ ആ ഇൻറ്റിജറിൻ്റെ പ്ലേസ് ഹോൾഡർ ആയിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. %d, 25 ഉണ്ട്. അവിടെ 25 ആണ് %d എന്ന സ്ഥാനത്ത് കൊടുക്കുന്ന ഇൻറ്റിജർ. അതിനുശേഷം എഫ് ക്ലോസ് യൂസ് ചെയ്ത് നമുക്ക് ആ ഫയൽ ക്ലോസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇതിൻ്റെ സമ്മറി ഒന്ന് നോക്കാം. എഫ് ഗെറ്റ് എസ് എന്ന് പറഞ്ഞാൽ റീഡ് എ ഫുൾ ലൈൻ ഫ്രം എ ഫയൽ എന്നാണ്. ഒരു ഫയലിലെ എല്ലാ ലൈനും റീഡ് ചെയ്യാവുന്നതാണ്. എഫ് പുട്ട് എസ് എന്ന് പറഞ്ഞാൽ ഒരു ഫയലിൽ സ്ട്രിങ് റൈറ്റ് ചെയ്യാവുന്നതാണ്. എഫ് സ്കാൻ എഫ് എന്ന് പറഞ്ഞാൽ ഒരു ഫയലിലെ ഫോർമാറ്റഡ് ഡാറ്റ റീഡ് ചെയ്യുക എന്നതാണ്. എഫ് പ്രിൻ്റ് എഫ് എന്ന് പറഞ്ഞാൽ ഒരു ഫോർമാറ്റഡ് ഡാറ്റ ഫയലിലേക്ക് റൈറ്റ് ചെയ്യുക എന്നതാണ്. ഫയൽ ഇൻപുട്ട് ഫങ്ഷൻസ് ഇൻ സി എന്ന ടോപ്പിക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു.